അപ്പോൾ നമ്മൾ പീറ്റപ്പ് മ്യൂസിയം എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം എന്താണ് അവിടുത്തെ സെറ്റപ്പ്. സാധാരണ ലണ്ടൻ മ്യൂസിയത്തിൻ്റെ അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ അത് എവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണെന്ന് നോക്കാം. ഇത് 1931 ഇവിടുത്തെ നാടിന് വേണ്ടി അവർ കൊടുത്തതാണ്. അന്നാണ് ഈ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ആവുക. അപ്പോൾ നോക്കാം. രാജാവിന്റെ റോമൻസിന്റെ സ്റ്റോറാണ്. വിൽക്കാനോ? അതായത് ഇത് ഒറിജിനൽ അല്ല, ഇതെല്ലാം മറ്റേ പിള്ളേർക്ക് വാങ്ങാൻ പറ്റുന്ന ഇത് 13 ഉണ്ട് 15 ഉണ്ട്. ഇതാണ് മ്യൂസിയത്തിൻ്റെ. അപ്പം പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഫോസിലുണ്ട്, ഡൈനോസർ ഫോസിൽ. ഐസേജിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ വൈൽഡ് ലൈഫിൻ്റെ ഉണ്ട്, പിന്നെ ജുറാസിക് വേൾഡിൻ്റെ ഒരു സെക്ഷനുണ്ട്, പിന്നെ ടെമ്പറേച്ചർ കാര്യമുണ്ട്. പിന്നെ ഫോട്ടോ ഇതാരാ? തോമസ് കുക്കിൻ്റെ ഹൗസാണ്. ഇതിനകത്ത് തോമസ് കുക്കിൻ്റെ ഹൗസാണ്. അത് പിന്നീട് മ്യൂസിയമായിട്ട് മാറ്റിയതാണ്. അപ്പോൾ പുള്ളി ഉണ്ടാക്കിയ വീടിനാണ് ഇപ്പോൾ അവർ മ്യൂസിയമായിട്ട് മാറ്റി. ഈ കാണുന്നതെല്ലാം ഇപ്പം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത അന്നത്തെ കാലത്ത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ടീ പോട്ട്സുകളാണ്. അപ്പോൾ ഇത് ക്യൂവിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടീ പോട്ടിൻ്റെ സാധനങ്ങളാണ്. ഇത് പിന്നെ അതിനൊക്കെ കുറച്ച് പിന്നെ ഒരു പഴയ വാച്ച് ഇവിടെ ഉണ്ട്. നല്ലൊരു വാച്ചാണ്. അത് ഒന്നാം കാലത്തെ വാച്ചാണ്. ക്ലോക്കല്ലേ? വാച്ചിലെ ക്ലോക്ക്, സോറി. നമ്മൾ സിറ്റി ക്യാലറിലോട്ട് പോകും. DC-യിൽ അവർ വരച്ച ഗ്രാഫിറ്റി ചിത്രമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ പണ്ട് വരച്ച പടങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കിയറിയാലോ. പക്ഷേ ഇവിടെ ഇതെല്ലാം ഒരു ആർട്ടായിട്ടാണ് മാറുന്നത്. നമ്മുടെ നാട്ടിൽ പോയാലോ അതൊരു വലിയൊരു പ്രത്യേകതയാണ്. ഇത് അന്ന് ഗ്രാഫിറ്റി വരച്ചവർ ഉപയോഗിക്കുന്ന പെയിൻറ്റുകളെ ബാക്കി പിന്നെ അങ്ങനെ അവരുടെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത്. അന്ന് വരച്ച പലരും ഇവിടെ ഇല്ല, മരിച്ചു പോയി. അതുകൊണ്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. ഇതെല്ലാം ഗ്രാഫിറ്റി പോലെ വരച്ച കാര്യങ്ങളാണ്. മൊത്തം ഹിറ്റ്ലറുണ്ട്, അറിയാത്തവരൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഇന്ത്യൻ ടച്ചുള്ള ഒരു ഫോട്ടോ. ഇത് ആർട്ടാണ്. ഇത് ഇവർ കാണുന്നത് ഗ്രാഫിറ്റി ഇവർ വരപ്പിക്കാൻ കൊടുത്തൊരു ചുമരാണ്. നമുക്ക് എന്തൊരു സൂപ്പറാണ്. ഇതൊരു കലയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ചാൽ പിടിച്ച് അതൊന്നും ആർട്ടായിട്ടാണ്. അതൊരു കലയായിട്ട് കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ എന്തോളം മതിലുകളുടെ ചില ചോക്കിട്ടൊക്കെ വരയ്ക്കും. അതൊക്കെ ഫോട്ടോ എടുത്ത് ഒരു ആർട്ടിൽ വയ്ക്കാവുന്നതാണ്. അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല. അതാണ് ഡെവലപ്പിംഗ് കൺട്രിയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ കുറ്റം പറയാനല്ല, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ. ഇത് 1990s UK റാപ്പ് കൾച്ചർ വളർന്ന സമയത്ത് പ്രധാന പങ്കുവച്ച ഒരു റാപ്പ് ഗ്രൂപ്പാണ്. റാപ്പ് ഗ്രൂപ്പ് മാത്രമല്ല, അവർ ഒരുപാട് കൾച്ചറൽ റീഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. ഇവരെ പേരാണ് പബ്ലിക് എനിമി. പെട്ടെന്ന് കേട്ടാൽ പബ്ലിക്കിന് എനിമിയായിട്ടാവും. പക്ഷേ പബ്ലിക്കിന് എനിമിയല്ല, പബ്ലിക്കിൻ്റെ ഫ്രണ്ടായി. നാട്ടുകാലിനെ പറ്റി എനിക്ക് അധികം അറിവില്ല. മോഡേൺ ആർട്ടാണ് അല്ലേ? മനസ്സിലാവില്ലല്ലോ ഒന്നും. ഇപ്പം നിങ്ങൾ തോന്നുന്നു മോഡേൺ ആർട്ടാണെന്നാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ ആർട്ടാണ്. അതായത് റോസ് ഫെറാബി എന്ന് പറഞ്ഞ ഒരു ചിത്രകാരി റോസ് ഫെറാബി എന്നുള്ള ഒരു ചിത്രകാരി ഉണ്ടാക്കിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ചുള്ള ആർട്ടാണ്. അതായത് ഫോസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുള്ള ആർട്ട്. അങ്ങനെ ഒരു ആർട്ടുണ്ടെന്ന് തന്നെ അറിയുന്നത് ഇപ്പോഴും ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ അതിപ്പോൾ ഇംഗ്ലീഷ് കാണിക്കില്ല. വുഡൻ ബക്കറ്റ് എന്നത്
ബ്രോൺസ് ഏജിലുള്ള വുഡൻ ഷെല്ലല്ലേ? കല്ല് കല്ല്. ഇത് കുറച്ച് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടാണ്. കത്തിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും ആളായിട്ട് ഇടിച്ച് കൊല്ലണം. ഇതിൻ്റെ ഇരുമ്പാണ്, ഇരുമ്പിൽ ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ ഇത് ഇരുമ്പിൻ്റെ ചട്ടക്കൂടിയിൽ തടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ട് ബെസ്റ്റ് ഫുഡ് ജൂനിയർ ബോലുണ്ട്. പീറ്റർ ബോയിൽ നിന്ന് കണ്ടുപിടിച്ച ഫോസിലിൻ്റെ ഇതാണ് ഇങ്ങനെയുള്ളത്. വേൾഡിലെ ഏറ്റവും വലിയ കണ്ടുപിടിച്ചുള്ള ഫോസിൽ ഫിഷിൻ്റെ ഫിഷ് ഇതല്ല തിമിംഗലം അങ്ങനത്തെ അല്ല, ഫിഷ് ഉണ്ടല്ലോ അതിൽ കള്ളും കാര്യങ്ങളാണ്. ഇതൊരു ഫിഷിൻ്റെ ഫോസിലാണ്. ലൈഫ് ഇൻ സീന്ന് കണ്ടെത്തിയാണ്. ഷാർക്ക് ഹാർഡ് ബോഡി. ഈ ഫിഷിന് ഷാർക്കിനെ പോലെ ഒരു ബോണുണ്ട്. ആ ബോണാണ് ഈ കാണുന്നത്. സൂം ചെയ്യാൻ നോക്കട്ടെ. ഓ ഇതിലാ നോക്കണ്ടേ? അതെന്തോ ഒരു സാധനമാണ്. ഒച്ചല്ല, ഇത് കല്ല. ഇത് കൊറേ ഇങ്ങനെ ശിലയായിട്ട് ഫോസിലാവണതാ. കടലിലല്ല, ഇത് കല്ലിന്റെ ഉള്ളിലുണ്ടാവും. എന്നിട്ട് കൊത്തിയെടുക്കണതാ. കടലിലുള്ള കല്ലിട്ട് ഉണ്ടാവും. പല ആളും മുമ്പേ ഫോസിലായതാണ്. അത് കണ്ടെത്തിയതാണ്. പീറ്റർ ബോയിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇത് പ്ലസിയോസറിൻ്റെ ഫോസിലാണ്. ഇത് മറ്റേ കടലിൽ ഇങ്ങനെ റെപ്റ്റൈൽ വംശത്തിൽപ്പെട്ട ഡിനോസറില്ലേ അതിലുള്ള അതിൻ്റെ ഒരു ബിഗ്ഗർ ഫോസിലാണ് ഈ കാണുന്നത്. നമ്മൾ ജുറാസിക് വേൾഡ് സിനിമയിലില്ലേ അതിൽ കണ്ടിട്ടുണ്ട്. അതിൽ കാണിക്കുന്ന ഇതാണ് അതിൻ്റെ മോഡേൺ ഏഷ്യയിൽ കാണുന്ന മോഡേൺ ക്രൊക്കഡൈലിൻ്റെ രൂപത്തിലുള്ള അതിന് ഈ കാണുന്ന ഫോസിലിൻ്റെ ആൻസെസ്റ്റേഴ്സാണ്. അപ്പോൾ ഇത് നമ്മൾ ജുറാസിക് പാർക്കിൽ കണ്ടിട്ടില്ല. ഒരു ഈ സാധനത്തിൻ്റെ ഫോസിലാണ് ഈ കാണുന്നത്. ഇവർ ഒട്ടിച്ചെടുക്കും കേട്ടോ. കുറേ സത്യത്തിൽ ഫുള്ള് രൂപയില്ല. ഇതെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് വെച്ചേക്കില്ല. പക്ഷേ അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ ബോണുണ്ട്, പല പൊട്ടിയിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു കുലുങ്ങണ്ടോ നോക്ക്. അവിടെ എന്ത് ഷേക്കിംഗ് ഉണ്ട്. ആന, ഡീപ്പിംഗ് എലിഫന്റ്, ഹിപ്പോപ്പൊട്ടാമസ്, റെഡ് ഇയർ. ഈ മൂന്നിൻ്റെ ഫോസിൽ ആ റെഡ് ഇയറിൻ്റെ അതാണ് അത് കാണുന്നത്. കൊമ്പ് എന്തുമാത്രം വലിപ്പമുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പിന് ഈ എല്ലൊക്കെ എന്താണ് ഒരു വാരിയെല്ലാം ഉണ്ട്. എനിക്കില്ലേ ഈ എല്ല് കടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കാപ്പി സാധനം തിന്നാണ്. ഇതിൽ കാപ്പിയൊന്നുമില്ല. ഇതൊരു വാരിയലാണ്. ആ വാരിയലിൻ്റെ വലിപ്പം നോക്കൂ. ഒരു വാരിയലിൻ്റെ വലിപ്പം മുതലുള്ള വാരിയൽ ഇതല്ലേ നടുവിലുള്ളതല്ലേ അത്. അതിനെന്താ നടുവില്ല വാരിയല് അതിനെ പറ്റിയില്ല. ആനയുടെ മുഖമാണിത്. തെറ്റിദ്ധരിക്കരുത്. ഇത് പീറ്റർ ബോയിൽ നിന്ന് കിട്ടിയ. ഇത് നമ്മൾ ശ്രീലങ്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ശ്രീലങ്കയിൽ കണ്ടെത്തുന്നത് കളർ ഓഫ് ഇന്ത്യൻ എലിഫന്റ്. ഇത് മാമത്തൊന്നുമല്ല. ഇത് ഇന്ത്യൻ എലിഫന്റിനെ കൊന്നിട്ട് കൊണ്ടുവന്ന ഇതാണ്. ഇന്ത്യൻ എലിഫന്റിനെ വെടിവെച്ച് കൊന്നിട്ട് കൊണ്ടുവന്ന സ്കള്ളാണ്. അതും ശ്രീലങ്കയിൽ എന്ന് പറഞ്ഞാൽ സൈലമാണ്. പഴയ സൈലം ശ്രീലങ്ക.
പിന്നെ ഇങ്ങോട്ട് ഫസ്റ്റ് കാണുന്ന ഇതില്ലേ ഇത് വൂളി റൈനോസറസ് എന്ന് പറയും. പഴയ അന്ന് ഇത്ര ഈ ഐസ് ഏജ് കാലഘട്ടത്തുള്ളതാണ് വൂളി റൈനോസറസ്. അതിൻ്റെയാണ് ഈ കാണുന്നത്. പിന്നെ കാണുന്നൊരു കൊമ്പണൊക്കെ സാധനം, കൊമ്പോടെ ഇത് ഈ കൊമ്പില്ലേ ഈ കാണുന്ന ഇത്രയും വലിയ സാധനം, അതൊരു പോത്തിൻ്റെ കൊമ്പാണ്. പോത്തിൻ്റെ കൊമ്പിൻ്റെ വലിപ്പം നോക്കിയാൽ ഇപ്പോഴത്തെ പോത്തിൻ്റെ കൊമ്പിൻ്റെ വലിപ്പം ഈ പോത്തിൻ്റെ കൊമ്പിൻ്റെ വലിപ്പം കൊണ്ട് വ്യത്യാസമാണ്. ഇത് മാത്രം വലുതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഈ ചെറുത് ഇതെല്ലാം വോളി റൈനോസറസിൻ്റെ ബൈസാണ് ഇന്ത്യയുടെ. ഇതും ഈ കൊമ്പും ഈ വാരിയലും ഇവിടുത്തെ എല്ലില്ലേ അതുമാണ് എന്താണ് ബൈസൺ. ബൈസൺ എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തല്ലേ, കാട്ടുപോത്തിനല്ലേ ബൈസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പഴയ ഐസ് ഏജിലുള്ള അതിൻ്റെ വലിപ്പം എന്ന് ആലോചിച്ചു. ഇത്ര വലിയ സ്കള്ളാണെങ്കിൽ അതിൻ്റെ ഫ്ലഷും കൂടെ വരുമ്പോൾ എന്തുമാത്രം വലുതായിരിക്കും. പിന്നെ മാമത്തിൻ്റെ ഇത് മാമത്തിൻ്റെ ബാക്ക് ബോണിൻ്റെ ഇതാണ്. പിന്നെ ഹിപ്പ് സോക്കറ്റ്, എടോ നമ്മളെ ഹിപ്പിൽ പറഞ്ഞ സോക്കറ്റില്ല ബോൾ, അതാണ് ഈ കാണുന്നത്. ഒരു ഫുട്ബോളിൻ്റെ അത്ര വലിപ്പമുണ്ട്. റെയിൻഡിയറിൻ്റെ കൊമ്പാണ് അമ്മ. അതായത് ഇത് ഐസ് ഏജിലെ റെയിൻഡിയറിൻ്റെ കൊമ്പാണ്, സാധാരണ റെയിൻഡിയർ അല്ല. അതാണ് ഐസ് ഏജ് കഴിഞ്ഞ ഫോക്സാണ്, റെഡ് ഫോക്സ്. അതിൻ്റെ സ്റ്റഫ് ചെയ്ത ഫോസിലെ സ്റ്റഫ് ചെയ്ത ഇതാണ്. അണ്ണാണ് സെക്കൻഡ്. അത് റെഡ് സ്ക്വയറലാണ്, അത് ചുമന്നെണ്ണാനാണ്. ഇതൊരു പരുന്താണ്. പരുന്തിൻ്റെ കാലിൽ അവർ ചെയ്ത് വെച്ചാണ് ഒരു കോഴി കുഞ്ഞിന് ബട്ടർഫ്ലൈ. ഇതെല്ലാം എക്സ്റ്റിൻ്റ് ആയിട്ടത് ഉള്ളതും റെയറായിട്ടുള്ള ബട്ടർഫ്ലൈസുകളാണ്. പക്ഷേ ഇതൊക്കെ നമ്മളെ നാട്ടിലിടെ കണ്ടില്ലേ, ഇതൊക്കെ നാട്ടിൽ. ഇത് ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്, ഇതും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇത്ര പഴയ MTV ഒക്കെ ഫേമസ് ആയിട്ടാണ്. MTV ഇറക്കിയ അതൊക്കെ അവർ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ മനുഷ്യൻ്റെ സാധന ഉപകരണങ്ങളും കലമും ഇത് ആയുധങ്ങളും അതൊക്കെയാണ് നിങ്ങൾ കാണാൻ. ഇത് ബ്രോൺസ് ഏജിൽ, അതായത് 3500 വർഷം പഴക്കമുള്ള ഒരു സാധനമാണ്. ഇത് അയൺ ഏജ് 2500 വർഷം. ഇത് മെഡീവൽ ഏജിലുള്ള, ഇത് റോമൻ 1800. അതിൻ്റെ റോമൻ നാണയങ്ങളും കാര്യങ്ങളുണ്ട്, പിന്നെ പോട്ടുകളുണ്ട്. അത് കഴിഞ്ഞ് മെഡീവൽ കഴിഞ്ഞ് 300 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇത്രയും നാണം കുഴിച്ചെടുത്തതാണ് അത് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നാണ്. ഓൾഡ് സ്റ്റോൺ ഏജ് മിഡിൽ സ്റ്റോൺ ഏജിൻ്റെയും കാലമാണ്. ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ 500,000 BC. ബിഫോർ ടെസ്റ്റിന് മുന്നുള്ള 500,000. 5 ലക്ഷം 5 ലക്ഷമാണ്. 5 10 100 1000 5 ലക്ഷം വർഷം. 5 ലക്ഷം വർഷമാണ് ബിഫോർ ക്രൈസ്റ്റിന് മുമ്പ്. 5 ലക്ഷം വർഷം മുമ്പുള്ള ഒരു കാലഘട്ടമുണ്ട് ഫസ്റ്റ്. പിന്നെ അതായത് സ്റ്റോൺ ഏജ് കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തമ്പ് എവിടെ നിന്ന് കിട്ടിയിട്ട് അമ്പൊക്കെ അറിയില്ല. ഇതെല്ലാം അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ മറ്റേ നേരത്തെ കണക്ക് കണ്ടെന്നാണ് ഇത്. ഈ കാണുന്നത് പഴയ 940 ബ്രോൺസ് ഏജ്, ഏർലി ബ്രോൺസ് ഏജിലുള്ള കാലം. അപ്പം ഈ കാലഘട്ടത്തിൽ ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ രൂപം ഷാർപ്പൊക്കെ ആയി, കുറച്ചും കൂടെ ഇതുണ്ട് അയണൊക്കെ ആയി, നോക്കി ഇരുമ്പൊക്കെ ആയി. ഇതൊക്കെ ഇരുമ്പ് കല്ലുകളൊക്കെയാണ്. പിന്നെ കലങ്ങളായി. നമ്മൾ പഴയ ഇതിൽ കാണിക്കുന്ന ഇരുമ്പിൽ കോടാലി. ഇത് കണ്ടിട്ട് മറ്റേ ഡ്രാഗൺ സ്റ്റോൺ പോലെ ഉണ്ട് നമ്മളെ ഗെയിം ഓഫ് ത്രോണിൽ ഈ സാധനം വെക്കുന്നത്.
അവിടെ നിന്നൊക്കെ ഡെവലപ്പായി അവർ ഇരുമ്പൊക്കെ ഇതൊക്കെ എടുത്ത് കത്തി വാളൊക്കെ അന്നത്തെ എന്താണ് കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ റെപ്ലിക്ക. ഇത് അന്നത്തെ ഫാമിലി പച്ചക്കോടാണ്. ഇതൊക്കെ തോല് വെച്ചിട്ടല്ലേ ജ്വല്ലറി. പിന്നെ ഇതിപ്പോ ഫാഷൻ ആവൂട്ടാണ് ജ്വല്ലറി. ഇത് പിന്നെ ടെക്സ്റ്റൈലിൽ ഉപയോഗിച്ചിരുന്ന നൂലുകളാണ്, തുണി ഉണ്ടാകുന്നത്. സംസ്കാരം ഇങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടം ഉണ്ടായിരുന്നാണ് സ്റ്റോൺ ഏജ് കഴിഞ്ഞ് ബ്രോൺസ് ഏജ് കഴിഞ്ഞ് അയൺ ഏജിലോട്ട് വന്നു. അയൺ ഏജിൽ ഉള്ള കാര്യങ്ങളാണ് ഡെവലപ്പ് ബ്രിട്ടനിലെ ട്രൈബൽ കമ്മ്യൂണിറ്റി ഇല്ലേ, അവരെ ആക്രമിച്ച സമയത്ത് അവർ കൊണ്ടുവന്നത് അതൊരു ഷീഡാണ്. ആ ഷീഡിൻ്റെ വലിപ്പം നോക്കിയത് ഒരു ഇത് കൊണ്ടു നടക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം ആലോചിക്കുന്നത്. ഇതായിരുന്നു ഒരു ആർമിയുടെ ഒരു ചെറിയ രൂപം. അതായത് ഈ കാണുന്ന ആൾക്കാരെ ആക്രമിച്ചത്. ഇവിടെയാണ് കാണുന്ന പഴയ സിനിമയിലോട്ട് നമ്മൾ പോയാണ്. എന്ന് വെച്ചാൽ സിറിഞ്ച് മെഡിക്കൽ സിറിഞ്ച് കണ്ണാടി അങ്ങനത്തെ ഡോക്ടേഴ്സിൻ്റെ അതായത് എന്താണ് ന്യൂ മെഡിസിൻ എന്നാണ് നമ്മളിപ്പോൾ മോഡേൺ മെഡിസിൻ. മെഡിസിൻ്റെ പേരെന്താണ്? അലോപ്പതി. ഒരു ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും എക്സ്റേ മെഷീൻ അതിൻ്റെയൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ മാളാണെങ്കിൽ ബോൺ കട്ട് ചെയ്ത് മാറ്റാനാണ്. തുന്നണ സാധനം നോക്ക്, നൂല് കണ്ടോ മുമ്പിൽ. എന്ത് മറ്റേ മെഷീൻ പോലെ ഉണ്ട്. വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നന്നാക്കുന്ന. ഇവിടെ ഒരു ബെഡ് ഉണ്ട് ഗൈസ്. കണ്ടിട്ട് തന്നെ പേടിയാണ്. അന്ന് ആദ്യമായിട്ട് അവരെ മെഷീനിൽ എടുത്ത എക്സ്റേ ഇരിക്കുന്നുണ്ട്. ഇതാണ് നെപ്പോളിയൻ്റെ പ്രസന്റ് ക്യാമ്പ്. അതിൻ്റെ സ്മോൾ സ്ട്രക്ചർ ഡെമോൺസ്ട്രേഷനാണ് ഈ കാണുന്നത്. പെട്ടിയാണ് ഇത്. തുറക്കാൻ പറ്റും, മറ്റേ കീയുള്ള പെട്ടിയാണ്. ഇതെല്ലാം പെട്ടിയാണ്. പിന്നെ സ്റ്റെതസ്കോപ്പ് അല്ല ടെസ്ട്രോക്കിലോക്കുലർ എന്താണ് ടെലസ്കോപ്പ്. അതന്നെ, ഇത് ടെലസ്കോപ്പാണ്. പിന്നെ ചെറിയ ചെറിയ കീയാണ്. എന്താ ഹാറ്റ് നെപ്പോളിയൻ ആ സമയത്ത് പല പ്രസന്റ് ക്യാമ്പിൽ പല സാധനങ്ങളും ഡോറുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഗിയർ വെച്ച് ഉപയോഗിച്ചിരുന്നതാണ്. ഗിയർ വെച്ച് അവർ കാര്യങ്ങൾ ഉപയോഗിച്ചു. അന്നത്തെ കപ്പലിൻ്റെ മിനിയേച്ചേഴ്സാണ് ഈ കാണുന്നത്. മോഡൽസ് ഓഫ് ഷിപ്സ്. പെട്ടിയിലെ ക്രാഫ്റ്റ് ഒക്കെ അപ്പം ഒരു വുഡൻ പെട്ടിയിലെ ക്രാഫ്റ്റാണ് നമ്മളെ നാട്ടിൽ ഇപ്പം ഇങ്ങനെ ഉള്ള ക്രാഫ്റ്റ് ഇപ്പോൾ എന്തോ. അപ്പം അത് എന്തുമാത്രം പെർഫെക്ഷനിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ ഒരു പെട്ടിയുടെ മണ്ടിലുള്ള ചിത്രം വരച്ചൊക്കെയാണ് ഉണ്ടാക്കി വെച്ചത്. അത് ചെറിയ പല വുഡൻ പീസുകൾ കട്ട് ചെയ്ത് ആ രൂപത്തിലാക്കി. പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്.
ഹാരി സ്മിത്തിൻ്റെ യൂണിഫോം. അപ്പം നമ്മൾ നെപ്പോളിയൻ്റെ പ്രസൻറ്റ് ക്യാമ്പിൻ്റെ അകത്തോട്ടാണ് ബാരക്സും കട്ടിലും കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഡെമോ ഇവിടെ ഉണ്ട്. സോൾജേഴ്സ് നടന്നു വരുന്നു. ഉണ്ടോ? അപ്പോൾ ഇതാണ് അത് കട്ടില്. ഒരാൾ കിടന്നു നോക്കി ഇത് ഒരാൾ ഇവിടെ കിടക്കും, ഒരാൾ മണ്ടേ കിടക്കും. നല്ല സെറ്റപ്പ് അന്നത്തെ കാലത്ത് ചീട്ട് ഇന്ന് അവർ ഉപയോഗിച്ചിരുന്ന ഗെയിമാണ്. സമയം പോകാൻ ഉപയോഗിച്ചിരുന്ന ഗെയിം കളിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളാണ് ചീട്ടുകൾ, മറ്റേ ഡൈസുകൾ. സൗണ്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണത് ഒരു ആർട്ടിഫിഷ്യൽ സൗണ്ടാണ്. ഇവിടെ ഒരു സോൾജേഴ്സ് ഒക്കെ ഉണ്ടായി എങ്ങനെ ഇരിക്കും എന്നുള്ള രീതി. ഓക്കെ ഫ്രഞ്ചിലായിരുന്നു അവർ മെയിനായിട്ട് ചെയ്യാൻ റെയിൽവേ ഡെവലപ്മെൻറ്റ് റെവല്യൂഷനാണ് കാണുന്നത്. 1768 ക്ലോക്കാണ് ഈ കാണുന്നത്. സിറ്റിയിലുള്ള ചേഞ്ചസ് ആണ്, അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഈ കാണിച്ചത്. ഇത് പീറ്റർബോ എങ്ങനെയായിരുന്നു പണ്ടുണ്ടായത്? 1978 പീറ്റർബോ ഇട്ടാണ്. 1978 ഇത്രയും ബിൽഡിങ് നമുക്ക് ആലോചിച്ചു. നമ്മളവിടെ ഇപ്പോഴാണ് ഈ ബിൽഡിംഗ് ഒക്കെ വന്നു തുടങ്ങി. 1973 അവർ തിയേറ്റർ ഉണ്ടാക്കി. അടുക്കള മോഡേൺ കിച്ചണാണ് അന്നത്തെ കാലത്തെ, ഇപ്പോഴത്തെ അല്ല, ഇന്നത്തെ മോഡേൺ കിച്ചൺസ് അതിൻ്റെ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കാര്യങ്ങൾ. പ്രഷർ കുക്കറൊക്കെ ഇരിക്കണം. വാഷിംഗ് മെഷീൻ അല്ല ആണ്. സ്റ്റൗവാണ്. അന്നത്തെ നമുക്ക് വാക്വം ക്ലീനർ പഴയ വാക്കുന്നുണ്ട്. പിന്നെ പഴയതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേക്ക. ഇതൊക്കെ എടുത്താ റൈഫിൾ, ഇന്നത്തെ റൈഫിൾ ജെസ്സി സ്റ്റീഫൻ, പോളണ്ടുകാരനാണെന്ന് തോന്നുന്നു, അറിയില്ല ആരാണ്. അയാളെ മെഡൽസാണ് സ്റ്റീഫൻ. പോളിഷ് ആർമിയിലുണ്ടായിരുന്ന അതിൻ്റെ മെഡൽസ്. അയാൾക്ക് ഈ ഇവിടുന്ന് കിട്ടിയ മെഡൽസാണ്, ഇനി അവിടെ പോളിഷിൻ്റെ മെഡൽസ് ആണോന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് ഇവിടുത്തെ തന്നെയാണ് കാണുന്നത്. പ്യുവർ വേർഡ് ഹോൾ എഗ്സ്, ഇത് അന്നത്തെ ഇത് സമയത്തുള്ളതാണെന്ന് തോന്നുന്നു. ഈ വീട്ടുകാർക്ക് തിന്നാൻ വേണ്ടി എഗ്ഗ് ഉണ്ടല്ലോ, മുട്ട, ടിന്നിനകത്ത് മുട്ട വെച്ചത്. ഇത് അവരെ ഹെൽമറ്റും കാര്യങ്ങളും, പിന്നെ ഈ വിഷവാതകം ശ്വസിക്കാതിരിക്കാനുള്ള മാസ്ക്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. ഇതാണ് പെർക്കിൻ എഞ്ചിനാണ്. കണ്ടിട്ട് പെർക്കിൻസ് എഞ്ചിൻ, മെക്കാനിക്കൽ എഞ്ചിനാണ് പഠിച്ചവരൊക്കെ പെർക്കിൻസ് എഞ്ചിനെ പറ്റി കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് പഠിച്ചൊരു ഓർമ്മയുണ്ട് പെർക്കിൻസ് എഞ്ചിൻ. ഇത് അഗ്രികൾച്ചർ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ഉണ്ടായ ഡീസൽ എഞ്ചിനാണ്. അത് മോഡേൺ എഞ്ചിനാണ്. ഇത് ഇവിടുത്തെ പോലീസിൻ്റെ ഒക്കെ പഴയ പോലീസിൻ്റെ തൊക്കെയാണ്. പോലീസ് നമ്മുടെ നാട്ടിൽ ലാത്തി എന്ന് പറയില്ല, അന്ന് ഉപയോഗിക്കുന്ന ലാത്തി കണക്കത്തെ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ ഒരു സാധനമുണ്ട്. ഇതിൽ അന്നത്തെ കാലത്തെ ആൾക്കാർ ഫോണിൽ സംസാരിച്ചതിൻ്റെ കുറേ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇതിൽ ഇപ്പം ഒരുപാട് ഇത്രയും പേര് കാര്യങ്ങളുണ്ട്, ഇത്രയും പേര് കാര്യങ്ങളുണ്ട്. അത് അന്ന് അത് കാർലോ ബ്രൊക്കോളി, ഒരു ഇറ്റാലിയൻ ബ്രിക്ക് വർക്കറാണ്, ലണ്ടൻ ബ്രിക്ക് കമ്പനിയിൽ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട്
സ്റ്റാഫ് തോമസ് ആൻഡ് റോബർട്ട് ബ്രൗൺ. ഇതെല്ലാം ബ്രിക്കം വർക്കിംഗ് ലൈഫ്സിൻ്റെ ശബ്ദങ്ങളാണ്. നമ്മൾ അത് ഇട്ടെടുത്ത് അവർ സംസാരിക്കും. ഇതിൽ സൗണ്ട് കേൾക്കാം. ഇതാണ് അവർ സംസാരിക്കുന്ന സൗണ്ട്. ചെറിയ തിയേറ്ററിൽ കുറച്ച് നേരം നമുക്ക് തിയേറ്ററിൽ അവർ പറഞ്ഞാൽ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അന്നത്തെ ന്യൂസ് കാണിക്കുന്നതാണ്. These brickworks near Peterborough turn out 500,000 bricks per week and employ over 200 men. പഴയ കാലഘട്ടത്തിലോട്ട് സോഡ കുപ്പി ഇട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ സോഡ കുപ്പി ഉണ്ട്. അത് ഇതിടുന്നത് ഇതൊക്കെ അവിടെ മ്യൂസിയത്തിൽ കയറി. ജിഞ്ചർ ബിയർ, പഴയ ജിഞ്ചർ ബിയർ പോയിരുന്ന ബോട്ടിലൊന്ന ഭരണിയില്ലേ നമ്മുടെ നാട്ടിലെ മാങ്ങ ഭരണിയുടെ ചെറിയ ഐറ്റം, സോപ്പ്, ബട്ടർ. ഇത് അവിടെ വുഡ് വെച്ചിട്ടുള്ള സ്റ്റൗസാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന പെട്ടികൾ, ലോഡ് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ചെറിയ ക്യാരിയർ, തൊപ്പി. ഇത് പഴയ വാഷിംഗ് മെഷീൻ എന്നുള്ള രീതിയിൽ പറയാം. ഇതിൻ്റെ തുണി വെച്ചിട്ട് ഇവരിങ്ങനെ പിഴിഞ്ഞെടുക്കും. കറക്കി. ഇത് ഞാൻ വേറെ ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടിന്.